നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. പരസ്പരം കൃത്യമായ ആശയവിനിമയമുണ്ടെങ്കിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാം. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ചില്ലറയല്ല. ഗൗതമൻ അഹല്യയെ തെറ്റിദ്ധരിച്ചു, ബാലി സുഗ്രീവനെ തെറ്റിദ്ധരിച്ചു. അത് ബാലിയുടെ നാശത്തിന് തന്നെ കാരണമാകുകയും ചെയ്തു. ലക്ഷ്മണനെ തെറ്റിദ്ധരിച്ച സീതയ്ക്കും ആപത്ത് നേരിട്ടു. ഇത്തരത്തിലുള്ള നിരവധി മുഹൂർത്തങ്ങൾ പുരാണങ്ങളിൽ കാണാം. പരസ്പരം നന്നായി ആശയവിനിമയം നടത്തുക, വിശ്വസിക്കുക. തെളിവില്ലാതെയുള്ള ആരോപണങ്ങൾ ഒഴിവാക്കുക. ഇതിലൂടെ ജീവിതത്തിലെ നിരവധി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയും. ആരെ പ്രാർത്ഥിച്ചാലാണ് ഫലം കിട്ടുക എന്നന്വേഷിച്ച് നടക്കുന്നവരാണ് നമ്മൾ. അത് മാറ്റിവെച്ച് എങ്ങനെ പ്രാർത്ഥിച്ചാലാണ് ഫലം കിട്ടുക എന്നന്വേഷിക്കുന്നതാവും നല്ലത്. കാരണം ലക്ഷ്യം ഒന്ന് മാത്രമായിരിക്കെ മാർഗത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയല്ലോ. ഇനി സന്ധ്യാനാമം കേൾക്കാം. ഓം നമോ നാരായണ, 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 ഓം നമോ
അനേകം വൈവിധ്യങ്ങളുടെ സമന്വയമാണ് ശിവൻ. കാലകാലനായ ശിവന്റെ കയ്യിൽ കാണുന്ന പ്രധാന ആയുധം ശൂലമാണ്. കിരാതമൂർത്തി ഭാവത്തിലാകട്ടെ അമ്പും വില്ലും കാണാം. രാവണന് ചന്ദ്രഹാസവും അർജുനന് പാശുപതാസ്ത്രവും അദ്ദേഹം നൽകി. ഇന്നത്തെ കഥയമമ്മ മഹാദേവന്റെ ആയുധങ്ങളെ കുറിച്ചാണ് വിശദമാക്കുന്നത്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. വൈശാഖകാലമാണ്, കൊട്ടിയൂർ തീർത്ഥാടന കാലമാണ്. മഹാദേവനെ കുറിച്ച് കൂടി പറയാതെ വൈശാഖകാലം പൂർത്തിയാക്കാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മഹാദേവൻ എന്ന് നമ്മൾ സങ്കല്പിക്കുമ്പോൾ തന്നെ സർവ്വതിൻ്റെയും ഗുരുനാഥനായിട്ടുള്ളൊരു മൂർത്തിയാണ് നമ്മൾ മനസ്സിൽ കാണേണ്ടത്. ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ വിദ്യകളുണ്ടോ അതിൻ്റെയൊക്കെ ഉടമസ്ഥൻ ആത്യന്തികമായിട്ട് ശിവനാണ്. സ്വസ്തി ശിവാദി ശ്രീ ഗുരുഭ്യോ നമ എന്നുള്ളൊരു ശ്ലോകമുണ്ട്. ശിവനെ തൊട്ടാണ് ഗുരുനാഥന്മാരെ കൂട്ടുക. ആദ്യത്തെ ഗുരുനാഥൻ ശിവനാണ്. അതുകൊണ്ട് തന്നെ സർവ്വവിദ്യകളും അദ്ദേഹത്തിൽ നിന്നുണ്ടായതാണ് എന്നാണ് വിശ്വാസം. അതിലേറ്റവും പ്രസിദ്ധമായിട്ടുള്ള വിദ്യയാണ് ഈ ആയുധ വിദ്യ. അതുപോലും ഉണ്ടായിട്ടുള്ളത് ഭഗവാൻ മഹാദേവനിൽ നിന്നാണത്രേ. അതുകൊണ്ട് തന്നെ ഈ ആയുധങ്ങൾ ഭഗവാൻ ഇത്തിരി പ്രിയം കൂടുതലാണ്. എപ്പോഴും ഭഗവാനെ ഈ തൃശൂലമില്ലാണ്ട് പലപ്പോഴും സങ്കല്പിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള പല ആളുകളുമുണ്ട്. എന്തായാലും ഇന്നത്തെ അധ്യായത്തിൽ ഭഗവാൻ മഹാദേവൻ്റെ വിശേഷപ്പെട്ട ചില തിരുവായുധങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഭഗവാന്റെ മുതിരേരി വാളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊരു തിരുവായുധമായിരുന്നു അല്ലേ? അതുപോലെ ഭഗവാൻ സദാ ഉപയോഗിക്കുന്ന ചില ആയുധങ്ങളെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം. അല്പസമയം അതിനെക്കുറിച്ച് വിചാരം ചെയ്യാം. ശിവൻ എന്നുള്ള ഒരു പദം ഞാൻ ഉച്ചരിക്കുമ്പോൾ തന്നെ പലരുടെയും മനസ്സിൽ വരുന്നത് ഈ പുലിത്തോല് ധരിച്ച് നീലകണ്ഠനായിട്ട് ത്രിപുണ്ഡം ധരിച്ച് ഗംഗയെ ശിരസിൽ ധരിച്ചുകൊണ്ട് തൃശൂലം കയ്യിൽ ധരിച്ച് നിൽക്കുന്ന ഒരു ഭഗവാനെയാണ് എപ്പോഴും പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ നമുക്ക് സാധിക്കുക. ഭഗവാന്റെ തൃശൂലം അത്രയധികം പ്രശസ്തമാണ്. ശിവൻ എന്ന് പറഞ്ഞാൽ തന്നെ തൃശൂലം പിടിച്ചു നിൽക്കുന്ന ഒരാൾ എന്നുള്ള സങ്കല്പം തന്നെ പലർക്കും ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ ആ തൃശൂലം? അതിനെ വിളിക്കുക പിനാകം എന്നാണ്. അതാണ് ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള ആയുധം. പിനാകധാരിയാണ് ഭഗവാൻ. പിനാകിനെ എന്ന് ശിവനെ വിളിക്കാറുണ്ട്. പിനാകം എന്ന് വിളിക്കപ്പെടുന്ന തൃശൂലാണത്രേ ഭഗവാൻ സദാ തൻ്റെ കയ്യിൽ ആയുധമായിട്ട് ധരിക്കുന്നത്. എന്താണ് ഈ പിനാകം? മഹാത്മാക്കൾ വ്യാഖ്യാനിക്കാറുണ്ട്. പിനാകം 7 നിറമുള്ളൊരു സർപ്പാണത്രേ. ആ സർപ്പാണത്രേ ഭഗവാന്റെ ആയുധങ്ങളായിട്ട് മാറിക്കൊണ്ടേയിരിക്കാറുള്ളത്. ആ പിനാകം തന്നെയാണ് തൃശൂലം. ആ തൃശൂലത്തിൻ്റെ 3 അഗ്രഭാഗങ്ങൾ ഭഗവാൻ തൻ്റെ ഭക്തർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇത് ആത്യന്തികമായിട്ട് ഗുണാതീതനായിട്ടുള്ള ബ്രഹ്മഭാവമാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതിൻ്റെ 3ൻ്റെയും അപ്പുറത്താണ് ഞാൻ എന്നുള്ള ഭാവമാണ് അത്രേ ഭഗവാൻ ഈ തൃശൂലം ധരിച്ചു നിൽക്കുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ടത്. ഭഗവാന് ഈ ഒരു തൃശൂലം മാത്രമല്ല ഭഗവാന്റെ ആയുധമായിട്ടുള്ളത്. ഭഗവാന്റെ പ്രസിദ്ധമായിട്ടുള്ള 2 ആയുധങ്ങളാണ് ഭഗവാന്റെ ത്രയംബകം എന്ന് വിളിക്കപ്പെടുന്ന വില്ലും പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന അസ്ത്രവും. ഭഗവാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന 2 ആയുധങ്ങളാണെന്നാണ് പറയുക, ത്രയംബകവും പാശുപതവും. ത്രയംബകം എന്ന് പറയുന്ന വില്ല് അത് നമുക്ക് വളരെയധികം സുപരിചിതമാണ്. പണ്ട് മഹാവിഷ്ണുവായിട്ട് ഭഗവാൻ യുദ്ധം ചെയ്ത സമയത്ത് വൈഷ്ണവചാപം ആയിരുന്നത്രേ വിഷ്ണുവിൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ശൈവചാപമായിട്ടുള്ള ത്രയംബകമാണ് മഹാദേവന്റെ കയ്യിലുണ്ടായിരുന്നതാണ്. ആ ത്രയംബകം എന്ന് പറയുന്ന വില്ലാണ് പിന്നീട് മഹാദേവൻ തൻ്റെ ഭക്തനായിട്ടുള്ള ജനകരാജാവിന്, എന്ന് വെച്ചാൽ മിഥില എന്ന് വിളിക്കപ്പെടുന്ന പ്രദേശത്തെ രാജാക്കന്മാരുടെ പേരാണ് ജനകൻ എന്നുള്ളത്. ആ ജനകരാജാവിന് കൊടുക്കുന്നത്. ആ ജനകരാജാവിൻ്റെ പാരമ്പര്യത്തിൽ വരുന്ന ക്ഷീരധ്വജൻ എന്ന് വിളിക്കപ്പെടുന്ന ജനകനാണ് സീതാദേവിയുടെ പിതാവിൻ്റെ സ്ഥാനം അലങ്കരിച്ചിരുന്നത്. ആ ത്രയംബകം എന്ന് പറയുന്ന വില്ലൊടിച്ചാണ് ഭഗവാൻ ശ്രീരാമസ്വാമി സീതാദേവിയെ വീഴ്ക്കുന്നത്. അപ്പം ആ ത്രയംബകം എന്ന് പറയുന്ന വില്ല് രാമായണത്തിൻ്റെ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്, ഭഗവാന്റെ തിരുവായുധമാണ്. 2 പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ആ അസ്ത്രം അത് രാമായണമായിട്ടല്ല, അത് മഹാഭാരതമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ആ പാശുപതാസ്ത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഹാദേവനെ അർജുനൻ വനവാസക്കാലത്ത് തപസ് ചെയ്യുന്നത്. ഭഗവാൻ കിരാതമൂർത്തിയുടെ ഭാവത്തിൽ പ്രത്യക്ഷപ്പെടുന്നതും ആ പാശുപതാസ്ത്രം പാർത്ഥന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിനാകം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ ശൂലം, ത്രയംബകം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ കയ്യിലുള്ള ധനുസ്, പാശുപതം എന്ന് വിളിക്കപ്പെടുന്ന ഭഗവാന്റെ കയ്യിലുള്ള അസ്ത്രം,
തീർന്നില്ല. ഭഗവാന്റെ കയ്യിൽ വളരെ വിശേഷപ്പെട്ടൊരു വാളുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം മുതിരേരി വാളിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ അതിൻ്റെ അതേ ആകൃതി തന്നെ ഏകദേശം വരുന്നൊരു വാള് സദാസമയം ഭഗവാൻ കയ്യിൽ കൊണ്ട് നടക്കാറുണ്ടെന്നാണ്. അതിൻ്റെ പേര് മറ്റൊന്നും തന്നെയല്ല, എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ചന്ദ്രഹാസം എന്ന് വിളിക്കപ്പെടുന്ന വാള്. ചന്ദ്രഹാസം എന്നുള്ള വാക്കിൽ നിന്ന് നമുക്കറിയാം ചന്ദ്രൻ്റെ ഹാസം എന്ന് വെച്ചാൽ ചന്ദ്രൻ ചിരിക്കുമ്പോഴുള്ള ആകൃതി. അതുകൊണ്ട് തന്നെ അതിന് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നെല്ല് കൊയ്യാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന കൊടുവാളിൻ്റെ ആകൃതിയാണെന്ന് പറയാം. ഈ റാ എന്നുള്ള അക്ഷരത്തിൻ്റെ ആകൃതിയോട് കൂടിയിട്ടുള്ള വാൾ, അതാണ് ചന്ദ്രഹാസം. ആ ചന്ദ്രഹാസമാണ് ഭഗവാൻ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന് കൈലാസം എടുത്ത് ഉയർത്തി കാണിച്ചപ്പോൾ സമ്മാനമായിട്ട് കൊടുത്തത് സാക്ഷാൽ രാവണന്. ആ ചന്ദ്രഹാസം കൊണ്ടാണ് ജടായു എന്ന് വിളിക്കപ്പെടുന്ന പക്ഷിയുടെ ചിറക് സീതാപഹരണ സമയത്ത് രാവണൻ വെട്ടിവീഴ്ത്തുന്നത്. അവിടെയും മഹാദേവൻ്റെ ഒരു തിരുവായുധത്തിൻ്റെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഇങ്ങനെ കൈകളിൽ ധരിക്കുന്ന ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആയുധങ്ങളിൽ ഒന്നാണ് പരശു. ഖണ്ഡപരശു എന്നാണ് വിളിക്കുക, പകുതി ഛേദിക്കപ്പെട്ടിട്ടുള്ള പരശു. അതിൽ ഒരു പരശു ഭഗവാൻ സ്വയം കയ്യിൽ ധരിച്ചിട്ടുണ്ട്. ഒരു പരശു ആണത്രേ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനായിട്ടുള്ള പരശുരാമസ്വാമിക്ക് ഭഗവാൻ കൊടുത്തത്. ആ പരശുവിന് 2 അഗ്രങ്ങളുണ്ടായിരുന്നു, അത് ഛേദിക്കപ്പെട്ടു. അതുകൊണ്ടാണ് അതിനെ ഖണ്ഡപരശു എന്ന് വിളിക്കുന്നതെന്ന് പറയും. അങ്ങനെയുള്ള ഭഗവാന്റെ ആയുധങ്ങളുണ്ട്. ഇനി ഭഗവാൻ കയ്യിൽ കൊണ്ട് നടക്കാത്ത ആയുധമായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒന്നാണ് ഭഗവാന്റെ 3ാമത്തെ കണ്ണ്, തൃക്കണ്ണ് എന്ന് വിളിക്കുന്നു നമ്മൾ, അല്ലേ? അത് തുറന്നു കഴിഞ്ഞാൽ ആ കാലാഗ്നിയിൽ പെട്ട് പ്രപഞ്ചം മുഴുവൻ ഇല്ലാണ്ടാവുന്നതാണ് വിശ്വാസം. യഥാർത്ഥത്തിൽ അതെന്താണെന്ന് ഇവിടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഭഗവാന്റെ 3ാമത്തെ കണ്ണിനെ പലർക്കും ഭയമാണ്. അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയാൽ സർവ്വതും ചാമ്പലാവും എന്നാണ് പറയുക. ആത്യന്തികമായിട്ട് ഭഗവാന്റെ 3ാമത്തെ കണ്ണ് അറിവാണ്, ജ്ഞാനമാണ്. ജ്ഞാനദൃഷ്ടിയിൽ ഭഗവാൻ നോക്കുന്ന സമയത്ത് താൻ കാണുന്നതും താനും ഒന്നാണെന്നുള്ള ഭാവം ഭഗവാൻ ഉണ്ടാവുകയും ആ നോക്കിയ വസ്തുവിൻ്റെ വ്യക്തിത്വം ഇല്ലാണ്ടാവും ചെയ്യുന്നു എന്നുള്ളതാണ് തൃക്കണ്ണിൻ്റെ പ്രത്യേകത. അല്ലാതെ ഭഗവാൻ ഇങ്ങനെ ഒരാളെ കത്തിക്കുക എന്ന് മാത്രമല്ല കാണേണ്ടത്. കാമദേവനെ ഭഗവാൻ തൻ്റെ അറിവാകുന്ന കണ്ണുകൊണ്ട് നോക്കിയപ്പോൾ കാമദേവനിൽ പോലും ഭഗവാൻ കണ്ടത് ശിവനെയാണ്. അതുകൊണ്ട് ശിവൻ എന്നുള്ള ഭാവം മാത്രം അവശേഷിക്കുകയും കാമൻ എന്നുള്ള ഭാവം ഭസ്മായി തീരുകയും ചെയ്തു എന്നാണ്. അപ്പം ഇങ്ങനെയുള്ള ആ തിരുവായുധങ്ങളൊക്കെ ആയിട്ടിരിക്കുന്ന ഭഗവാന്റെ ആ കൊട്ടിയൂരപ്പൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട ഈ ആരാധനാകാലത്ത് കൊട്ടിയൂർ ചെന്ന് ഭഗവാനെ കാണാൻ സാധിക്കുന്ന ആളുകൾക്കൊക്കെ ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാധിക്കാത്ത ആളുകൾ ഒരു തവണയെങ്കിലും ഈ വൈശാഖ കാലത്ത് ഭഗവാന്റെ പഞ്ചാക്ഷരം നമഃശിവായ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് ആ കൊട്ടിയൂരപ്പനെ സ്മരിക്കാൻ സമയം കണ്ടെത്തണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. പ്രാചീനവും പ്രൗഢഗംഭീരവുമായ ക്ഷേത്രമാണ് തൃശ്ശൂരിലെ ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. സാധാരണ ശിവക്ഷേത്രങ്ങളിലേതുപോലെ ശിവലിംഗ പ്രതിഷ്ഠയാണ് ശ്രീകോവിലിനുള്ളിലെങ്കിലും അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കാരണം കാലാകാലങ്ങളായി അഭിഷേകം നടത്തുന്ന നെയ്യ് കട്ട പിടിച്ച് പ്രതിഷ്ഠ ഒരു നെയ്മലയായി രൂപപ്പെട്ടിട്ടുണ്ട്. ചൂടുകാലത്തും ചുറ്റും വിളക്കുകൾ എരിയുമ്പോഴും ഉരുകിയൊലിക്കാതെ കൈലാസത്തിന്റെ മാതൃകയിൽ നെയ്മല അവിടെ സ്ഥിതി ചെയ്യുന്നു. ഓരോ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം അത്ഭുതങ്ങൾ! ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഭാവയപ്പം ബാബാലം ഭാവയപ്പം ബാബാലം പരമാനന്ദമുദാരശീലം ഭാവയപ്പം ബാബാലം. തിരക്കേറിയ തിരുവനന്തപുരം നഗരത്തിന്റെ ഒത്തനടുക്ക് പ്രശസ്തമായ രാജകീയ വിദ്യാലയങ്ങളും ആതുരാലയവും ഭരണസിരാകേന്ദ്രവും തീവണ്ടി ആപ്പീസും പോലെയുള്ള നിരവധി സ്ഥാപനങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പ്രദേശം തൈക്കാട്. ശ്രീ നാരായണ ഗുരുദേവനും ചട്ടമ്പിസ്വാമികൾക്കും യോഗഗുരുവായി വർത്തിച്ച അയ്യാഗുരുവിന്റെ പേരിനൊപ്പം പ്രശസ്തിയാർജിച്ച സ്ഥലം. സംഗീത ലോകത്തെ പ്രശസ്തരായ
പ്രൊഫസർ ഓമനക്കുട്ടിയും MG രാധാകൃഷ്ണനും MG ശ്രീകുമാറും മറ്റനേകം സംഗീതജ്ഞരും ചേർന്ന് സംഗീത സാന്ദ്രമാക്കിയ പ്രദേശം. ഇവിടെയാണ് തൈക്കാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നീലാംബരധരം നീലകുന്തളം പരം മോഹിനി വാരസുതം പൂർണ്ണ പുഷ്കലനാഥം. തികച്ചും കേരളീയ വാസ്തുവിദ്യയിൽ പണികഴിപ്പിച്ച ഗംഭീരമായ ക്ഷേത്രം. ക്ഷേത്രമതിൽക്കെട്ടിന്റെ വാതായനം കടന്ന് അകത്തേക്ക് പ്രവേശിച്ചാൽ തികച്ചും പ്രശാന്ത സുന്ദരമായ ഗ്രാമാന്തരീക്ഷം. ശക്രാദിദേവഗണ വന്ദിത ചരണം ശങ്കരാത്മജം വൈരമാലാഭരണം. അനേകം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറ്റിക്കാടുകൾ നിറഞ്ഞൊരു പ്രദേശമായിരുന്നു ഇതെന്നും അതിനു സമീപം താണജാതിക്കാരായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നുവെന്നും അവരുടെ വളർത്തു പശു ഈ കാട്ടുപ്രദേശങ്ങളിൽ മേഞ്ഞു നടന്നിരുന്നുവെന്നുമെല്ലാം കഥയുണ്ട്. അന്നത്തെ നാടുവാഴിയുടെ വെടിയേറ്റ് വളർത്തു പശു മരിക്കാനിടയായി. പശ്ചാത്താപ വിവശനായ ആ നാടുവാഴി ആ കുടുംബത്തിനു വേണ്ട സഹായം ചെയ്യാൻ തയ്യാറായി. ആ കുറ്റിക്കാട്ടിലെ ഒരു പനച്ചുവട്ടിൽ വച്ചാരാധന ഉണ്ടായിരുന്ന ഗൃഹനാഥൻ അവിടെ ഒരു ക്ഷേത്രം കിട്ടിയാൽ കൊള്ളാമായിരുന്നുവെന്ന് രാജാവിനോട് അപേക്ഷിച്ചു. അങ്ങനെയാണ് ഈ പ്രദേശത്ത് ആദ്യമായി ഒരു ക്ഷേത്രമുണ്ടായത് എന്ന് ഒരു ഐതിഹ്യം നിലവിലുണ്ട്. ഹരിയും പുരഹരനും തിരുവിളയാടിയ നാളിൽ ഒരു തേജസിൽ ഉരുവാകിയ ശബരിഗിരിവാസിൻ മമ മാനസവിരുൾ ചൂഴ്കയിൽ ഒളിയാവുക ചേരിൽ മധുസൂദന സുതതാവക ശരണം മമ ശരണം. ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി നടന്ന പ്രശ്നചിന്തയിൽ പഴയ കാലത്ത് ഒരു സിദ്ധൻ ഇവിടെ താമസിച്ച് സമാധിയായിട്ടുണ്ട് എന്ന വിവരവും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഈ സ്ഥലം ഒരു പുണ്യസ്ഥാനമാണെന്ന് തെളിയുകയുണ്ടായി. കുളിരം വിളി തൊഴുമേ തവ മുഖമുജ്വല ദീപ്തം തളിർമാലകൾ വാഴ്ത്തും തവ ചരണാമൃത സൂക്തം അജലങ്ങളിൽ ഉയരും വിളിയറിയും പരഗുപ്തം അജിരാൽ പരകഥനങ്ങളിൽ അലിയും മൃദുചിത്തം. വനഭൂമിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ജനവിഭാഗത്തിന്റെ ആരാധനാമൂർത്തിയായിരുന്നു ശാസ്താവ് എന്നതുകൊണ്ട് തന്നെ ഇവിടെ പൂർണ്ണ പുഷ്കല സമേതനായ ശാസ്താവ് എന്ന തരത്തിലാണ് ദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മോഹിനി വാരസുതം പൂർണ്ണ പുഷ്കലനാഥം നീലാംബരധരം നീലകുന്തളം പരം മോഹിനി വാരസുതം പൂർണ്ണ പുഷ്കലനാഥം. കുടുംബം ഇല്ലാതായതോടെ ക്ഷേത്രം രാജവംശത്തിന്റെയും നാട്ടുകാരുടെയും കൂട്ടുത്തരവാദിത്വത്തിൽ ആയി. പത്മനാഭസ്വാമി ക്ഷേത്രം പണി നടക്കുന്ന കാലഘട്ടത്തിൽ അതിനായെത്തിയ പണിക്കാർ താമസിച്ചിരുന്നത് ഈ ക്ഷേത്ര പരിസരത്താണ് എന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് വളരെ മുൻപേ തന്നെ ഇവിടെ ഈ ക്ഷേത്രം നിലനിന്നിരുന്നു എന്ന് പറയാം. കാലക്രമത്തിൽ ഘട്ടം ഘട്ടമായി നടന്ന പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ഇവിടം ഒരു മഹാക്ഷേത്രമായി മാറുകയായിരുന്നു. മനോഹാരിത ചൊരിയുന്നൊരു ചിക്കുരം കരിവണ്ടുകൾ കളിയാടിയ മിഴിയാമരവിന്ദം മണിമഞ്ജുള മകുടം. ശാസ്താസങ്കല്പത്തിൽ നിരവധി ഭാവങ്ങളുണ്ട്. കുളത്തൂപ്പുഴയിൽ ബാലകനും ആര്യങ്കാവിൽ കുമാരനും അച്ചൻകോവിലിൽ ഗൃഹസ്ഥനായും ശബരിമലയിൽ ധ്യാനനിരതനായ യോഗസമാധിയിലും കുടികൊള്ളുന്ന ദേവൻ ഇവിടെ മറ്റൊരു ഭാവത്തിലാണ് കുടികൊള്ളുന്നത്. വലതു കൈയിൽ താമരപ്പൂവുമായിരിക്കുന്ന ശാസ്താവ് പണ്ട് പട്ടുതോൾ മനയിലെ കുടുംബത്തേവാര മൂർത്തിയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. മഹാഗണപതി, ദുർഗാദേവി, ഹനുമാൻ സ്വാമി, മഹാദേവൻ, മഹാവിഷ്ണു, സുബ്രഹ്മണ്യസ്വാമി, നാഗദൈവങ്ങൾ, നവഗ്രഹങ്ങൾ എന്നിങ്ങനെ വിവിധ സങ്കല്പങ്ങളിലെ ഉപദേവന്മാർ ഈ ക്ഷേത്രാങ്കണത്തെ കൂടുതൽ ധന്യമാക്കുന്നു. ധ്വജസ്തംഭം, ബലിക്കൽപുര, നടശാല എന്നിവയെല്ലാം തന്നെ പ്രൗഢി വിളിച്ചോതുന്നവയാണ്. മടുതാമര മലമാലകളണിയും തവ ഗാത്രം മകര
മകരം 1 അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെ ഉത്സവം നടക്കുക. എങ്കിലും വിനായക ചതുർത്ഥി, വൃശ്ചിക മാസത്തിലെ മണ്ഡലച്ചിറപ്പ്, നവരാത്രി പൂജ എന്നിവയെല്ലാം ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. ഗൃഹസ്ഥാശ്രമിയായ ശാസ്താവാണ് ഇവിടെ കുടികൊള്ളുന്നത്. അതിനാൽ ഇവിടുത്തെ സന്ദർശനം കുടുംബ അഭിവൃദ്ധി ഉണ്ടാക്കും എന്നാണ് വിശ്വാസം. കനകദ്യുതിയൊഴുകും തവ കരകങ്കണരണനം മുഖപങ്കജമനനം ഭവനസഞ്ജയ. ആയിരക്കണക്കിന് നീരാഞ്ജനമാണ് ശനിയാഴ്ച ദിനങ്ങളിൽ ഇവിടെ നടക്കുക. NSS താലൂക്ക് യൂണിയന്റെ മേൽനോട്ടത്തിലാണ് ക്ഷേത്രകാര്യങ്ങൾ നടത്തുന്നത്. അപൂർവമായി മാത്രം തെക്കൻ കേരളത്തിൽ നടത്തിയിട്ടുള്ള അയ്യപ്പൻ തീയാട്ടടക്കം ശാസ്താവിന്റെ ആരാധനയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന കലകൾക്ക് വേദിയായിട്ടുണ്ട് ഈ പുണ്യസങ്കേതം. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ഹരിവരാസനം വിശ്വമോഹനം ഹരിദധീശ്വരം ആരാധ്യപാദുകം ഹരിവിമർദ്ദനം നിത്യനർത്തനം ഹരിഹരാത്മജം ദേവമാശ്രയേ. ശരണകീർത്തനം ഭക്തമാനസം ഭരണലോലപം നർത്തനാലസം അരുണഭാസുരം ഭൂതനായകം ഹരിഹരാത്മജം ദേവമാശ്രയേ. പുത്തൻ അറിവുകളും പുത്തൻ സന്ദേശങ്ങളും നമ്മുടെ മനസ്സിനെ നവീകരിച്ചുകൊണ്ടേയിരിക്കും. അത്തരം നവീകരണത്തിന്റെ സാക്ഷാത്കാരമാണ് സന്ധ്യാദീപത്തിന്റെ ലക്ഷ്യം. ആ ഉദ്ദേശത്തോടെ നടത്തുന്ന പരിഷ്കരണങ്ങൾ ഏവർക്കും പ്രയോജനപ്പെടും എന്ന വിശ്വാസത്തോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.